ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മളെല്ലാവരും നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ പേ, പേടിഎം ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നവരാണ് അല്ലേ. ഇൻ കേസ് നമ്മുടെ മൊബൈലിൽ നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ല, അതല്ലെങ്കിൽ ഡേറ്റ ബാലൻസ് തീർന്നു എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ മൊബൈലിൽ ചിലപ്പോൾ നെറ്റ് കണക്റ്റഡ് അല്ലാത്ത ഫോണായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒത്തിരി പേര് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഈ പറഞ്ഞ ബാങ്കിൽ പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കെല്ലാവർക്കും എളുപ്പത്തിനായിട്ട് നമുക്ക് ആ ഒരു നമ്പർ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാം. അതായത് മറ്റൊന്നുമല്ല, ഓരോ ബാങ്കും അവരുടേതായ ഓരോ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. അതായത് ബാങ്കിൽ ഏത് നമ്പറാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറിൽ നിന്നും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒരു മിസ് കോൾ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൾ കട്ടായിട്ട് നമ്മുടെ ബാങ്കിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അത് നമ്മുടെ ഫോണിലോട്ട് SMS ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.